ടോപ്പിക്ക് ഒരു എഡ്യൂക്കേഷണൽ ടോപ്പിക്കാണ്. അത് ടോപ്പിക്കിൻ്റെ പേര് റെഡ് ലൈറ്റ് തെറാപ്പി എന്നാണ്. റെഡ് ലൈറ്റ് തെറാപ്പി നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്, ഒത്തിരി ട്രെൻഡിങ് ടോപ്പിക്കാണ്. ഇപ്പോൾ എല്ലാ സലൂൺസിലും അല്ലെങ്കിൽ എല്ലാ ഡെർമറ്റോളജിസ്റ്റ് ക്ലിനിക്സിലും ഒക്കെ സ്പാ സെൻറ്റേഴ്സിലൊക്കെ റെഡ് ലൈറ്റ് തെറാപ്പി അവൈലബിൾ ആണ്. അത് സേഫ് ആണോ, അത് എന്താണ് നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്നത്, ഏതൊക്കെ സ്കിൻ കണ്ടീഷനാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഇത് എഫക്റ്റീവ് ആണോ, ഇത് ചെയ്തുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ, അതോ ജസ്റ്റ് നമ്മുടെ പൈസാപരമായിട്ട് വെറുതെ കളയുന്ന ഒരു പരിപാടിയാണോ, അതോ വീട്ടിൽ സേഫായിട്ട് ചെയ്യാൻ പറ്റും? കാരണം ഡിവൈസസ് ഓൺലൈൻസിലൊക്കെ ലഭിക്കും. അപ്പോൾ ഇത് വീട്ടിൽ സേഫായിട്ട് ചെയ്യാൻ പറ്റുമോ, ഇതിനെക്കുറിച്ചുള്ളൊരു സ്മോൾ ടോപ്പിക്കാണ്. അപ്പം നമ്മൾ ഡിഫറെൻറ്റ് ലൈറ്റ്സ് ഉണ്ട്, ബ്ലൂ ലൈറ്റ്സ് ഉണ്ട്, യെല്ലോ ലൈറ്റ്സ് ഉണ്ട്, അതുപോലെ ഇൻഫ്രാറെഡ് ലൈറ്റ്സ് ഉണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ റെഡ് ലൈറ്റ് തെറാപ്പി എന്താണ് നമ്മുടെ സ്കിന്നിനെ സ്പെഷ്യലി ചെയ്യുന്നത്, വേറെ ഏതൊക്കെ ഡിസീസ് കണ്ടീഷന് റെഡ് ലൈറ്റ് തെറാപ്പി യൂസ് ചെയ്യാം, ഇന്നത്തെ ടോപ്പിക്ക് ഇതാണ്. അപ്പം ഓൾ അബൌട്ട് റെഡ് ലൈറ്റ് തെറാപ്പി. സോ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഇൻഫോർമേഷൻ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്ന വഴി അവർക്കും ഈ ഇൻഫോർമേഷൻ കൈമാറുന്നതാണല്ലോ. അപ്പം ലെറ്റ് us start our വീഡിയോ. റെഡ് ലൈറ്റ് തെറാപ്പി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോമിസിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് റിങ്കിൾസ്, ആൻറ്റി ഏജിങ്, ആക്നെ, സ്കിൻ കണ്ടീഷൻസ് ലൈക്ക് സോറിയാസിസിനൊക്കെ പ്രോമിസിങ് ട്രീറ്റ്മെൻ്റ് ആണ്. അത് ഒത്തിരി പ്രാവശ്യം ചെയ്തു അതിന് ഫലം കണ്ടിട്ടുണ്ട്. സോ റെഡ് ലൈറ്റ് തെറാപ്പി ഈസ് ഹെൽപ്പിംഗ് ടു പ്രിവെൻറ്റ് ദി ഏജിങ്. സോ റെഡ് ലൈറ്റ് തെറാപ്പി എന്ന് പറയുന്നത് ആ റെഡ് ലൈറ്റ് ഓൾമോസ്റ്റ് ഡെർമിസ് വരെ, നമുക്ക് സ്കിന്നിൽ 3 ലെയേഴ്സാണ്, എപ്പിഡെർമിസ്, ഡെർമിസ് ആൻഡ് ഹൈപ്പോഡെർമിസ്. ഏജിങ് ഉണ്ട്, കൊളാജൻ പ്രൊഡക്ഷൻ ഉണ്ട്. പക്ഷേ എന്താണ് റെഡ് ലൈറ്റ് തെറാപ്പി ചെയ്യുന്നത്? ഇത് നമ്മുടെ ബോഡിയിലുള്ള പവർ പ്ലാന്റ് ആയ മൈറ്റോകോൺട്രിയയുമായിട്ട് വർക്ക് ചെയ്ത് സെൽ എനർജിയെ കൂട്ടുന്നത് ഫലമായിട്ടും ഇപ്പോൾ ഡെത്തായ സെൽസിനെ നീക്കം ചെയ്ത് അതിന് എനർജി, അത് പുതുക്കറി ജനറേഷൻ കൊടുക്കുകയും അതുപോലെ സെൽ എനർജി കൂട്ടിക്കൊണ്ട് നമ്മുടെ കൊളാജിൻ ആൻഡ് ഇലാസ്റ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇതിനെ സെൽ റെജുവനേഷൻ, കൊളാജിൻ ഔൺ ഹീലിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള ആക്നെ, വാട്സ്, അതുപോലെ സോറിയാസിസ്, സ്കിൻ ഡിസീസ് കണ്ടീഷൻസ്, എല്ലാ തരം ഏജിങ് പ്രോസസ്സും, അതായത് റിങ്കിൾസ്, നമ്മുടെ കൊളാജിൻ നഷ്ടപ്പെടുന്ന അവസ്ഥ, നമ്മുടെ സാഗിങ് സ്കിന്ന്, എല്ലാ തരം ഏജിങ്ങിനും സ്കിൻ എലാസ്റ്റിറ്റിയെ കൂട്ടിക്കൊണ്ട് സ്കിന്നിന് നല്ല മുറുക്കവും ഒക്കെ കൊടുക്കുന്ന കൊളാജിൻ അല്ലെങ്കിൽ എലാസ്റ്റിൻ്റെ വർക്കിനെ ഹെൽപ്പ് ചെയ്യും. കാരണം ഇത് മൈട്രോകോൺട്രി ആയിട്ടാണ് കൂടുതൽ വർക്ക് ചെയ്തിട്ട് ഇതിന് സെൽ പ്രൊഡക്ഷനും സെൽ റെജുവിനേഷനും ഹെൽപ്പ് ചെയ്യുന്നു. ഇത് ഡെർമിസ് വരെ, ഡെർമിസ് അപ് ടു ബിലോ ദ ഡെർമിസ് വരെ, അതായത് നമ്മുടെ എപ്പിഡെർമിസും കഴിഞ്ഞ് ഡെർമിസും കഴിഞ്ഞ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ വരെ പോയി ഇത് വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഹീലിംഗ് നടക്കുന്നത്. ഇതിൻ്റെ ഫോട്ടോ ഡൈനാമിക് എഫക്റ്റ് കാരണം സർട്ടൺ ക്യാൻസറസ് ഡിസീസിനെ, ക്യാൻസറസ് ആയിട്ടുള്ള ക്യാൻസേഴ്സിനെയൊക്കെ ട്രീറ്റ് ചെയ്യാനുള്ള പവർ ഇതിനുണ്ട്, സർട്ടൺ ലൈറ്റ്സിൻ്റെ കോമ്പിനേഷൻ വെച്ചുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് മൈട്രോകോൺട്രി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് സെൽ പ്രൊഡക്ഷൻ കൂട്ടുന്നതായിട്ട് ഫലമായിട്ട് നല്ല സെൽ റെജുനേഷൻ നടക്കുകയും സെൽ ഗ്രോത്ത് ഉണ്ടാകുകയും നമ്മുടെ ഡെത്തായിട്ട്, അതുകൊണ്ട് തന്നെയാണ് ഫൈബ്രോബ്ലാസ്റ്റിനുമായിട്ട് എഫക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും, സെൽ ഹീലിംഗ് നടക്കും. കൂടുതൽ കൊളാജിൻ വരുമ്പോൾ എന്താ ഊൺ ഹീലിംഗിൽ എന്താ സംഭവിക്കുന്നത്, നമ്മളല്ലെങ്കിൽ മൈക്രോ നീഡ്ലിങ്ങിൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ നീലപ്രക്ക ചെയ്യുമ്പോൾ കൂടുതൽ കൊളാജിൻ ഉണ്ടാവുന്നു, അതുകൊണ്ട് നമ്മൾ മൈക്രോ നീഡ്ലിങ് ചെയ്യുന്നത്. സെയിം എഫക്റ്റ് നമ്മുടെ റെഡ് ലൈറ്റ് തെറാപ്പിക്കായാലും, ലൈറ്റ് തെറാപ്പീസ്, അതായത് ഇൻഫ്രാറെഡ് തെറാപ്പി, റെഡ് ലൈറ്റ് തെറാപ്പീസിനുമെല്ലാം ഈ ഫൈബ്രോബ്ലാസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ നടക്കുകയും അതിൻ്റെ ഫലമായിട്ട് കൊളാജിൻ ഉണ്ടാവുന്നതിൻ്റെ പരമായിട്ട് ഊൺ ഹീലിംഗ് നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഏജിൻ്റെ കൊളാജിൻ കാരണം എന്നാ സംഭവിക്കും, കൊളാജിൻ കൂടുതൽ ഉണ്ടാകുമ്പോൾ നമ്മൾ കൊളാജിൻ സപ്ലിമെൻറ്റ്സ് എന്തിനാണ് എടുക്കുന്നത്, കൊളാജിൻ കൂടുതൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്കിൻ ഇലാസ്റ്റിസിറ്റി, നമ്മുടെ സാഗിങ് ആയ സ്കിന്നെല്ലാം കുറച്ച് നല്ല മുറുക്കമുള്ളതാക്കും, ടൈറ്റ് ആക്കും. നമ്മുടെ ഒരു 20s-ലും 80s-ലും ഒക്കെ നമ്മുടെ സ്കിൻ എങ്ങനെ ഇരിക്കും അതുപോലെ നമുക്ക് തിരിച്ച് റിവേർട്ട് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. പക്ഷേ ഈ റെഡ് ലൈറ്റ് തെറാപ്പി കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഹെൽത്തി ഹാബിറ്റും കൊണ്ട് നമുക്ക് റിവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും ഒരു പരിധി വരെ. അതുപോലെ തന്നെ സ്കിൻ കണ്ടീഷനായ സോറിയാസിസ്, അതുപോലെ തന്നെ വാട്സ്, ഡെർമറ്റൈറ്റിസ്, അതുപോലെ തന്നെ സ്കിൻ കണ്ടീഷൻ, സർട്ടൺ ഇൻഫ്ലമേഷൻ ഉള്ള സ്കിൻ കണ്ടീഷനെ ഹീൽ ചെയ്യാനും നമ്മുടെ റെഡ് ലൈറ്റ് തെറാപ്പി ചെയ്യും. അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി ഡിസീസ് കണ്ടീഷൻസിനെ, ഇൻഫ്ലമേഷൻ, നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയും റെഡ് ലൈറ്റ് തെറാപ്പി ഒരുക്കും. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ ഇത് സഹായിക്കും.
അതുപോലെ റെഡ് ലൈറ്റ് തെറാപ്പി സഹായിക്കുന്ന മെഡിക്കൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ക്യാൻസർ, സർട്ടൺ ക്യാൻസറിനെ ഈ ഫോട്ടോ തെറാപ്പി യൂസ് ചെയ്തുകൊണ്ട് ഫലമായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. സോറിയാസിസ്, അതുപോലെ റൊസേഷ്യ കൈൻഡ് ഓഫ് സ്കിൻ കണ്ടീഷൻസ്, വാർഡ്സ്, ഏജിങ്ങിൻ്റെ കാര്യങ്ങൾ, അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി ഇത് ഡെർമിസും കളഞ്ഞ് ഫാറ്റ് ടിഷ്യൂവിലേക്ക് വരുന്നത് കൊണ്ട് സർട്ടൺ കൈൻഡ് ഓഫ് വൂണ്ട് ഹീലിംഗ് നടക്കുന്നു. അതുപോലെ തന്നെ ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. കാരണം ഇത് ഒരു ലെയേഴ്സ്, നമ്മുടെ ഡീപ്പസ്റ്റ് ലെയേഴ്സിലേക്ക് പോകുന്നതുകൊണ്ട് ഇൻഫ്രാറെഡ് പോലെ അത്ര ഡീപ്പസ്റ്റ് ബോൺസിലേക്കോ മസിൽസിലേക്കോ പോകുന്നില്ലെങ്കിൽ പോലും ഓൾമോസ്റ്റ് ഓൾ സ്കിൻ ലെയേഴ്സ് കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് സെൽസിൽ വരുന്ന ഡാമേജ്, ഇൻഫ്ലമേഷൻസ്, ആർത്രൈറ്റിസ് ഇൻഫ്ലമേഷൻസ്, അത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതുപോലെ തന്നെ കാർപ്പൽ ടണൽ സിൻഡ്രോം പോലുള്ള പെയിൻസിനെയൊക്കെ ഇത് റിലീവ് ചെയ്യാൻ സഹായിക്കും. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ആയിട്ട് തോന്നുന്നുവെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഞാൻ പറയാൻ മറന്നുപോയി, ഇറ്റ്സ് സൈഡ് എഫക്റ്റ് ഉണ്ടോയെന്ന്. സൈഡ് എഫക്ട്സ് സേഫ് ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നാലും ഐ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിന് വേണ്ടി അതിന് ഐ പ്രൊട്ടക്ഷൻ ഒരു മസ്റ്റായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അത് മാത്രമേ അതൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് പറയുന്നുള്ളൂ. കാരണം നമ്മൾ അങ്ങനെ നമ്മുടെ വീട്ടിലെ ഹോമിൽ സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേഫ് ആണെന്നാണ് റിസർച്ച് പറയുന്നത്. പക്ഷേ ഒരു കാര്യമുള്ളൂ, നമ്മൾ അതിൻ്റെ റെഡ് ലൈറ്റ് ഫേസ് മാസ്ക് ഒക്കെ വാങ്ങുകയാണെങ്കിലും നമ്മൾ അത് ഐസിനെ നമ്മൾ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കണം. അതിൻ്റെ കാർഗിൾസ് നമുക്ക് വാങ്ങാൻ കിട്ടും, അത് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.